അപ്പോൾ അതാ ഞാനും ചേട്ടനും രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. വന്ന വഴി തന്നെ ചായ അങ്ങിട്ടു, അതുപോലെ ചോറ് വേവിക്കാനുമായിട്ട് വെച്ചിട്ടുണ്ട്. ചേട്ടൻ പോയി വേഗം പോയി ആടിനെ കറന്ന് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള പാലൊക്കെ കുപ്പിയിലേക്ക് മാറ്റുവാണ്. ആടെവിടെ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ലോങ് വീഡിയോയിൽ ആടിനെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നും വൈകിട്ട് 7 മണിക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കയറി കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ചായ എടുക്കുകയാണ്. അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള എനർജി മൊത്തം നൽകാനായിട്ട് ഈ ഒരു ചായയ്ക്ക് കഴിയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടം വരെയുള്ള എനർജിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് പച്ചപ്പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ പച്ചക്കറിയൊക്കെ കഴുകി ഇതുപോലെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. പച്ചപ്പയറിൻ്റെ ഗുണഗണങ്ങളെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കയറി കാണാനായിട്ട് മറക്കരുത്. കാരണം ഇതുപോലെയുള്ള അറിവുകളൊക്കെ നൽകുന്ന വീഡിയോസ് കൂടി നമ്മളിപ്പോൾ നമ്മുടെ ബിന്ദു സ്ട്രീംസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പച്ചപ്പയർ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് എന്നെക്കൊണ്ടെങ്കിലും പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് കയ്യിൽ വെച്ച് അരിയാനേ അറിയത്തുള്ളതാണ്, ചെറുപ്പം മുതൽ ശീലിച്ച് വന്നതും. അപ്പോൾ ശീലിച്ച് വന്നതല്ലേ പഠിച്ചതല്ലേ പാടൂ എന്നുള്ള പഴഞ്ചൊല്ലി ഇവിടെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഞാനിവിടെ പച്ചപ്പയർ അരിഞ്ഞ് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് മൂടി വെച്ചിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയാണ് ഈ അരിയുന്നത്. ക്യാബേജിൻ്റെ തൊണ്ടാണ് അത്. പച്ചക്കറി കടയിൽ പോയി വേസ്റ്റ് എടുത്തുകൊണ്ട് വരുവാണ്. നമ്മുടെ താറാമതായി ഇവിടെ നിൽക്കുന്നുണ്ട്. താറാമ എന്നാണ് വിളിക്കുന്നതെങ്കിലും ആള് പൂവൻ എന്താണ് കോഴിയല്ലല്ലോ, താറാവാണല്ലോ. അപ്പോൾ പിന്നെ ഇതേ നമ്മുടെ ബാസ്കിമോൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ കൽകക്കുട്ടനും അതുപോലെ അലങ്കാരക്കുട്ടനും ഒക്കെ അതിൽ ഓടി നടന്ന് തീറ്റയൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയത് ചട്ടിക്കകത്താട്ടോ ഉണ്ടാക്കിയത്. ഉപ്പുമാവും പച്ചപ്പയറും എല്ലാം റെഡിയാക്കി ഇതാ ഞാൻ നേരെ കോളേജിലേക്ക് പോയിട്ട് വരാം. ടാറ്റാ.